ഹമാസ് രാഷ്ട്രീയ മേധാവി ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുമ്പുള്ള മണിക്കൂറുകളിൽ അദ്ദേഹത്തെ നേരിൽ കണ്ടിരുന്നതായി വെളിപ്പെടുത്തി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് കൂടിക്കാഴ്ചയെന്ന് അദ്ദേഹം പറഞ്ഞു. സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുന്നോടിയായി തെഹ്റാനിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നടന്ന ചായ സൽക്കാരത്തിനിടയിലാണ് വിവിധ രാഷ്ട്രത്തലവന്മാർക്കൊപ്പം ഹനിയയെയും കണ്ടത്. രാഷ്ട്രത്തലവനല്ലാത്ത വിശിഷ്ട വ്യക്തിയായി ഹനിയ അവിടെ സന്നിഹിതനായിരുന്നുവെന്നും ഇറാൻ പ്രസിഡന്റിനും ചീഫ് ജസ്റ്റിസിനുമൊപ്പം അദ്ദേഹം സത്യപ്രതിജ്ഞാ വേദിയിലേക്ക് പോകുന്നത് കണ്ടതായും ഗഡ്കരി വ്യക്തമാക്കി. ചടങ്ങ് കഴിഞ്ഞ് ഹോട്ടലിൽ വിശ്രമിക്കുമ്പോഴാണ് പുലർച്ചെ 4 മണിയോടെ ഇറാനിലെ ഇന്ത്യൻ അംബാസഡർ തന്നെ വന്നു കണ്ടതെന്ന് ഗഡ്കരി ഓർക്കുന്നുണ്ട്. സുരക്ഷാ കാരണങ്ങളാൽ എത്രയും വേഗം രാജ്യം വിടണമെന്ന് അംബാസഡർ ആവശ്യപ്പെട്ടു. ഹമാസ് തലവൻ കൊല്ലപ്പെട്ടുവെന്നും എന്നാൽ അതെങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് അപ്പോൾ വ്യക്തതയില്ലായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജൂലൈ 31 പുലർച്ചെ 1:15 തെഹ്റാനിലെ അതീവ സുരക്ഷയുള്ള സൈനിക സമുച്ചയത്തിൽ താമസിക്കുമ്പോഴാണ് ഹനിയ കൊല്ലപ്പെട്ടത്. ഇസ്രായേലാണ് കൊലപ്പെടുത്തിയത് എന്നാണ് നിഗമനം. ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേലാണെന്ന് ഹമാസ് സ്ഥിരീകരിച്ചിരുന്നു. ഹനിയയുടെ മരണം അനിവാര്യമെന്ന് ഇസ്രായേൽ നേതാക്കൾ പ്രതികരിച്ചെങ്കിലും കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം പരസ്യമായി ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല. ഹമാസ് തലവന്റെ കൊലപാതകം പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാക്കിയിരുന്നു. ഹനിയയുടെ രക്തസാക്ഷിത്വം ഒരിക്കലും പാഴാകില്ലെന്നും ഇസ്രായേൽ വലിയ വില നൽകേണ്ടി വരുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അംഗരക്ഷകനും കൊല്ലപ്പെട്ടതായി ഇറാൻ സൈന്യം അറിയിക്കുകയും ചെയ്തിരുന്നു. 1989 ഇസ്രായേൽ ഹനിയയെ ജയിലിൽ അടച്ചിരുന്നു. 3 വർഷത്തിനു ശേഷമായിരുന്നു മോചിപ്പിച്ചത്. 2006 ഫലസ്തീൻ പ്രധാനമന്ത്രിയായി. 2017 ഹമാസിന്റെ രാഷ്ട്രീയകാര്യ സമിതി തലവനായി ചുമതലയേറ്റു. സുരക്ഷ കണക്കിലെടുത്ത് ഖത്തറിൽ താമസിച്ചാണ് ഹമാസിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഇറാനിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഹനിയയുടെ മൃതദേഹം ഖത്തറിലെത്തിക്കുകയായിരുന്നു. ദോഹയിലായിരുന്നു ഖബറടക്കം നടത്തിയത്. എന്തായാലും ഹനിയയുടെ കൊലപാതകത്തെ റഷ്യ, ചൈന, ഖത്തർ, ഇറാൻ, ഇറാഖ്, തുർക്കിയ തുടങ്ങിയ രാജ്യങ്ങൾ അപലപിച്ചിരുന്നു. ഇസ്രായേലിന്റേത് ഭീരുത്വം നിറഞ്ഞ നടപടിയാണെന്നും വലിയ വില നൽകേണ്ടി വരുമെന്നും ഹമാസും പ്രതികരിച്ചിരുന്നു. അതേസമയം ഹനിയയുടെ മരണം ലോകത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുമെന്ന് ഇസ്രായേൽ മന്ത്രി അമിച്ചെ യെഹ്ലു അന്ന് പറഞ്ഞിരുന്നു. എന്തായാലും അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ ഗഡ്കരി അദ്ദേഹത്തെ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ പുതിയ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലായിരുന്നു ഇദ്ദേഹത്തെ കണ്ടതെന്നാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം മരിച്ചുവെന്ന വാർത്ത പുറത്തു വന്നതും ഉടനടി സുരക്ഷാ കാരണങ്ങളാൽ എത്രയും വേഗം രാജ്യം വിടണമെന്ന് അംബാസഡർ ആവശ്യപ്പെട്ടതും.